ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, SS ലോഗോസ് കിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 സാമുവേൽ 3-ാം അധ്യായത്തിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. സാമുവേലിനെ ദൈവം വിളിക്കുന്നതും ഏലിയുടെ കുടുംബത്തിന് വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചുള്ള സന്ദേശം നൽകുന്നതുമാണ് ഈ അധ്യായത്തിലെ പ്രധാന സംഭവം. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 സാമുവേൽ അധ്യായം 3-ലെ ഏക ശീർഷകം ഏതാണ്? ഉത്തരം, സാമുവേലിനെ വിളിക്കുന്നു. 2, ബാലനായ സാമുവേൽ ആരുടെ സാന്നിധ്യത്തിലാണ് കർത്താവിന് ശുശ്രൂഷ ചെയ്തിരുന്നത്? ഉത്തരം, ഏലിയുടെ സാന്നിധ്യത്തിൽ. 3-1. മൂന്നാമത്തെ ചോദ്യം, അക്കാലത്ത് ചുരുക്കമായി ലഭിച്ചിരുന്നത് എന്താണ്? ഉത്തരം, കർത്താവിൻ്റെ അരുളപ്പാട്. 3-1. 4, കർത്താവിൻ്റെ എന്താണ് വിരളമായിരുന്നത്? ഉത്തരം, കർത്താവിൻ്റെ ദർശനങ്ങൾ. 3-1 തന്നെ. 5, ഒരു ദിവസം തൻ്റെ മുറിയിൽ കിടന്നിരുന്ന ഏലിക്ക് എന്താണ് സംഭവിച്ചത്? ഉത്തരം, ഒന്നും കാണാൻ കഴിയാത്ത വിധം ഏലിയുടെ കാഴ്ച മങ്ങിത്തുടങ്ങി. 3-2. 6, 1 സാമുവേൽ 3:3 പ്രകാരം എന്താണ് അണയാതിരുന്നത്? ഉത്തരം, ദൈവത്തിൻ്റെ മുമ്പിലെ ദീപം. 7, 1 സാമുവേൽ 3:3 പ്രകാരം സാമുവേൽ എവിടെയാണ് കിടന്നിരുന്നത്? ഉത്തരം, ദേവാലയത്തിൽ ദൈവത്തിൻ്റെ പേടകം സ്ഥിതി ചെയ്യുന്നതിന് അരികിലായിട്ട്. 8, കർത്താവ് സാമുവേലിനെ എപ്രകാരമാണ് വിളിച്ചത്? ഉത്തരം, സാമുവേൽ സാമുവേൽ അങ്ങനെയാണ് വിളിച്ചത്. 3-5. 9, കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ എവിടേക്കാണ് ഓടിപ്പോയത്? ഉത്തരം, ഏലിയുടെ അടുത്തേക്ക്. 3-5. 10, എന്തുകൊണ്ടാണ് സാമുവേൽ ഏലിയുടെ അടുത്തേക്ക് ഓടിപ്പോയത്? ഉത്തരം, ഏലിയാണ് സാമുവേലിനെ വിളിച്ചതെന്ന് വിചാരിച്ചിട്ട്. 3-5. 11, കർത്താവാണ് സാമുവേലിനെ വിളിച്ചതെന്ന് സാമുവേൽ അറിയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം, അതുവരെ കർത്താവിൻ്റെ ശബ്ദം അവന് വെളിവാക്കപ്പെടാതിരുന്നത് കൊണ്ട്. 3-7. 12, എത്രാമത്തെ പ്രാവശ്യം കർത്താവ് സാമുവേലിനെ വിളിച്ചപ്പോഴാണ് കർത്താവാണ് വിളിച്ചതെന്ന് ഏലിക്ക് മനസ്സിലായത്? ഉത്തരം, 3-ാമത്തെ പ്രാവശ്യം. 3-8. 13, ഇനി കർത്താവ് വിളിച്ചാൽ നീ എന്ത് ചെയ്യണമെന്നാണ് ഏലി സാമുവേലിനോട് പറഞ്ഞത്? ഉത്തരം, കർത്താവെ, അരുളി ചെയ്താലും അങ്ങയുടെ ദാസൻ ഇതാ ശ്രവിക്കുന്നു എന്ന്. 3-9. 14, അതിനുശേഷം സാമുവേൽ എന്താണ് ചെയ്തത്? ഉത്തരം, അവൻ പോയി കിടന്നു. 3-9. 15, 4-ാം പ്രാവശ്യം കർത്താവ് വന്ന് സാമുവേലിനെ വിളിച്ചപ്പോൾ അവൻ എന്താണ് പ്രതിവചിച്ചത്? ഉത്തരം, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രവിക്കുന്നു.
3:10. 16. ഇസ്രായേൽ ജനതയോട് ഞാൻ എന്ത് ചെയ്യുവാൻ പോവുകയാണെന്നാണ് 3:11 കർത്താവ് പറയുന്നത്? ഉത്തരം ഒരു കാര്യം. 17. ഇസ്രായേൽ ജനതയോട് കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം കേൾക്കുന്നവരുടെ ചെവികൾക്ക് എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? ഉത്തരം അവരുടെ ഇരു ചെവികളും തരിച്ചു പോകും. 3:11. 18. ആരുടെ കുടുംബത്തിനെതിരായി പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് ആദ്യന്തം കർത്താവ് നിർവഹിക്കുന്നത്? ഉത്തരം ഏലിയുടെ കുടുംബത്തിനെതിരായി. 3:12. 19. ഏലിയുടെ കുടുംബത്തിൻ്റെ മേൽ എന്തുകൊണ്ടാണ് കർത്താവ് എന്നേക്കുമായി ശിക്ഷാവിധി നടത്തുന്നത്? ഉത്തരം ഏലിയുടെ മക്കൾ ദൈവദൂഷണം പറയുന്ന കാര്യം അറിഞ്ഞിട്ടും ഏലി അവരെ തടയാഞ്ഞതുമൂലം. 3:13. 20. 1 സാമുവൽ 3:14 പ്രകാരം കർത്താവ് ചെയ്ത ശപഥം എന്തായിരുന്നു? ഉത്തരം ഏലി കുടുംബത്തിൻ്റെ പാപത്തിന് ബലികളും കാഴ്ചകളും ഒരിക്കലും പരിഹാരമാവുകയില്ല എന്ന്. 3:14. 21. തനിക്കുണ്ടായ ദർശനം ആരോട് പറയുന്നതിനാണ് സാമുവൽ ഭയപ്പെട്ടത്? ഉത്തരം ഏലിയോട്. 3:15. 22. 3:16 അനുസരിച്ച് ഏലി സാമുവലിനെ വിളിച്ചത് എപ്രകാരമാണ്? ഉത്തരം മകനെ സാമുവൽ എന്ന്. 23. ദൈവം പറഞ്ഞതിൽ എന്തെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വച്ചാൽ നിനക്ക് എന്ത് സംഭവിക്കട്ടെ എന്നാണ് ഏലി സാമുവലിനോട് പറഞ്ഞത്? ഉത്തരം ദൈവം നിന്നെ കഠിനമായി ശിക്ഷിക്കട്ടെ. 3:17. 24. സാമുവൽ പറഞ്ഞതെല്ലാം കേട്ട ഏലിയുടെ പ്രതികരണം എന്തായിരുന്നു? ഉത്തരം അവിടുത്തേക്ക് യുക്തമെന്ന് തോന്നുന്നത് പ്രവർത്തിക്കട്ടെ. 3:18. 25. സാമുവൽ വളർന്നു വന്നപ്പോൾ കർത്താവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം സാമുവലിൻ്റെ വാക്കുകളിൽ ഒന്നും വ്യർത്ഥമാകാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. 3:19. 26. സാമുവൽ കർത്താവിൻ്റെ പ്രവാചകനായി തീർന്നിരിക്കുന്നു എന്ന് അറിഞ്ഞത് ആരെല്ലാമാണ്? ഉത്തരം ദാൻ മുതൽ ബേർഷെബ വരെയുള്ള ഇസ്രായേൽ ജനം മുഴുവനും. 3:20. 27ാമത്തെ ചോദ്യം. കർത്താവ് എവിടെ വെച്ചാണ് സാമുവലിനെ വീണ്ടും തന്നെ വെളിപ്പെടുത്തിയത്? ഉത്തരം ഷീലോയിൽ വച്ച്. 3:21. അപ്പോൾ ഇത് ചെറിയ അധ്യായമാണ്. ഇതിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നല്ലവണ്ണം പഠിക്കൂ. പിന്നെ എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറക്കരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം എനിക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ ബൈ.